ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുന്നു. വികസിത് ഭാരത് റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ബില്ലിന്മേൽ ഇന്നും ചർച്ച തുടരും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ മൂന്നാം പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒമാനിലെത്തും. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള പ്രത്യേക തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ദൌത്യം ഊർജിതമാക്കി വനം വകുപ്പ്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ജനപങ്കാളിത്തം ഏറുന്നു. സെൻസർ ഇളവ് നൽകിയ 6 ചിത്രങ്ങൾ ഉൾപ്പെടെ ഇന്ന് പ്രദർശനത്തിന്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ലക്നൌവിൽ. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുന്നു. ഇരുസഭകളിലും ചോദ്യോത്തരവേള ആരംഭിച്ചു. രാജ്യത്ത് ഇതുവരെ 2000 കിലോമീറ്ററിലധികം റെയിൽവേ ലൈനുകളിൽ കവച് സംവിധാനം നടപ്പിലാക്കിയതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ അറിയിച്ചു. ലോക്സഭയിൽ ഇന്നലെ അവതരിപ്പിച്ച വികസിത് ഭാരത് റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ബില്ലിന്മേൽ ഇന്നും ചർച്ച തുടരും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഒരാഴ്ച നീണ്ട കർണാടക, തമിഴ്നാട്, തെലങ്കാന സന്ദർശനം പുരോഗമിക്കുന്നു. രാഷ്ട്രപതി ഇന്ന് തമിഴ്നാട്ടിലെ വെല്ലൂർ സന്ദർശിക്കും. തമിഴ്നാട് ഗവർണർ RN രവിയും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ L മുരുകനും രാഷ്ട്രപതിയെ സ്വാഗതം ചെയ്യും. തുടർന്ന് ശ്രീപുരം സുവർണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന രാഷ്ട്രപതി ക്ഷേത്ര സമുച്ചയത്തിലെ ധ്യാന പവലിയൻ ഉദ്ഘാടനം ചെയ്യും. മാനുഷിക മൂല്യങ്ങൾക്കാണ് ഇന്ത്യ എക്കാലവും പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എത്യോപ്യൻ പാർലമെന്റിന്റെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാരം, നിക്ഷേപം, കൃഷി തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ധാരണയായതായി സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള വിദേശകാര്യ സെക്രട്ടറി സുധാകർ ദലൈല മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ മൂന്നാം പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒമാനിലെത്തും. ജോർദാൻ, എത്യോപ്യ സന്ദർശനം പൂർത്തിയാക്കിയാണ് അദ്ദേഹം ഒമാനിലെത്തുന്നത്. ഇന്ത്യ ഒമാൻ നയതന്ത്ര ബന്ധത്തിന്റെ 70ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ക്ഷണപ്രകാരമാണ് ശ്രീ മോദിയുടെ സന്ദർശനം. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ദൌത്യം വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഊർജിതമായി പുരോഗമിക്കുന്നു. കടുവ ചീക്കല്ലൂർ, പുളിക്കൽ, മേച്ചേരിക്കുന്ന് ഭാഗത്ത് തന്നെ തുടരുന്നു എന്നാണ് സൂചനയെന്നും അനുയോജ്യ സാഹചര്യമനുസരിച്ച് മയക്കുവെടിവെക്കും എന്നും സൌത്ത് വയനാട് DFO അജിത് K. രാമൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കടുവയുടെ സഞ്ചാരപഥം മനസ്സിലാക്കുന്നതിന് വേണ്ടി കടുവ പോകാൻ സാധ്യതയുള്ള മേഖലകളിൽ ക്യാമറ ട്രാപ്പും സർവൈലൻസ് ക്യാമറയും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് പരിശോധിച്ച് കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കി പിന്നെ ഇൻഡയറക്റ്റ് സൈൻസ്, അതായത് പഗ് മാർക്സും അതെല്ലാം തന്നെ പരിശോധിച്ച് കടുവയുടെ സഞ്ചാരപഥം മനസ്സിലാക്കി ആവശ്യമെങ്കിൽ മയക്കുവെടി വെക്കാനാണ് തീരുമാനം. അതിനായിട്ടുള്ള സർവ്വസജ്ജമായിട്ടുള്ള ഡോക്ടറും ടീമും നമ്മുടെ കൂടെയുണ്ട്. കൂടാതെ നമ്മളിവിടെ കൂടും എത്തിച്ചിട്ടുണ്ട്. അവസാനം കണ്ടത് ഇന്നലെയാണ്. ഇന്നലെ നിരീക്ഷണ വലയത്തിൽ ഉണ്ടായിരുന്നെങ്കിലും രാത്രിയായപ്പോൾ ഇത് പോവുകയാണ് ചെയ്തത്. പിന്നീട് നമ്മുടെ നിരീക്ഷണത്തിൽ ഇത് ലഭ്യമായിട്ടില്ല. ആ നിരീക്ഷണം ഇന്ന് രാവിലെ നമ്മൾ തുടരും. ലോകാരോഗ്യ സംഘടനയുടെ 2ാമത് ആഗോള ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. 3 ദിവസത്തെ ഉച്ചകോടി കേന്ദ്ര ആയുഷ് മന്ത്രാലയവുമായി സഹകരിച്ചാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കും. സമത്വം പുനഃസ്ഥാപിക്കൽ, ആരോഗ്യം, ക്ഷേമം തുടങ്ങിയവയുടെ ശാസ്ത്രവും പ്രായോഗികതയും എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ടൌണിൽ വൈദ്യുതി വിതരണം പൂർണ്ണമായും കേബിൾ സംവിധാനത്തിലേക്ക് മാറ്റുന്നു. കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നഗരത്തെ വൈദ്യുതി ലൈൻ രഹിതമാക്കി മാറ്റുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. വൈദ്യുതി വിതരണം ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച റീവാംപ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രവർത്തനക്ഷമത, വിശ്വസനീയമായ വൈദ്യുതി വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനൊപ്പം പ്രസരണ നഷ്ടം കുറയ്ക്കുക, വൈദ്യുതി വിതരണ ശൃംഖല കൂടുതൽ സുരക്ഷിതമാക്കുക എന്നിവയും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സങ്ങളും ഇതിലൂടെ ഇല്ലാതാകും. 55 ലക്ഷം രൂപയാണ് ചെലവ്. ശനിയാഴ്ച പ്രവൃത്തി ആരംഭിക്കും. കെൽട്രോണുമായി സൈനിക, വാണിജ്യ മേഖലകളിൽ സഹകരിച്ചു പ്രവർത്തിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച് റഷ്യയിലെ പ്രധാന സൈനിക ഉപകരണ നിർമ്മാതാക്കളായ JSC അഗറ്റ്, JSC സല്യൂട്ട് എന്നീ കമ്പനികൾ.
റഷ്യയിലെ പവർ സപ്ലൈസ്, സിഗ്നൽ പ്രോസസിംഗ് പോലുള്ള ഉപകരണങ്ങളുടെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ധാരണാപത്രത്തിൽ ഒപ്പിടാൻ ഇരുപക്ഷവും തീരുമാനിച്ചതായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സാമൂഹ്യ മാധ്യമത്തിലൂടെ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരള സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ ധാരണയിലെത്തി. KTU VCI ഡോക്ടർ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല VCI ഡോക്ടർ സജി ഗോപിനാഥിനെയും തീരുമാനിച്ചു. നിയമനം സംബന്ധിച്ച തീരുമാനം നാളെ സുപ്രീംകോടതിയെ അറിയിക്കുമെന്ന് കേരള ലോക്ഭവൻ പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായ സിസ തോമസ് ഇന്ന് ചുമതലയേറ്റു. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള 6ാം ദിനത്തിലേക്ക് കടന്നു. 11 തിയേറ്ററുകളിലായി 72 ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റജു കോലിയക്കോട്. സെൻസർ ഇളവ് നിഷേധവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി മാറിയതോടെ 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള വീണ്ടും സജീവമായി. നേരത്തെ സെൻസർ ഇളവ് നിഷേധിച്ച 6 ചിത്രങ്ങൾ ഉൾപ്പെടെ ലോക സിനിമാ വിഭാഗത്തിൽ 26 ചിത്രങ്ങളും, കാലിഡോസ്കോപ്പ് വിഭാഗത്തിൽ 7ഉം, അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 6ഉം, ഫെസ്റ്റിവൽ ഫേവറിറ്റ്സ് വിഭാഗത്തിൽ 5ഉം, മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ 4ഉം, ഫിലിം മേക്കർ ഇൻ ഫോക്കസ്, ഇന്ത്യൻ സിനിമ നൌ എന്നീ വിഭാഗങ്ങളിൽ 3ഉം, ഫീമെയിൽ ഫോക്കസ്, ലാറ്റിൻ അമേരിക്കൻ മൂവി, സുവർണ ചകോരം ഫിലിംസ്, കൺട്രി ഫോക്കസ് എന്നീ വിഭാഗങ്ങളിൽ നിന്ന് 2 ചിത്രങ്ങൾ വീതവും, ലൈഫ് ടൈം അച്ചീവ്മെന്റ്, ഋത്വിക് ഘട്ടക്, റെട്രോസ്പെക്റ്റീവ് തുടങ്ങി മറ്റ് വിഭാഗങ്ങളിൽ നിന്നും ഓരോ ചിത്രങ്ങൾ വീതവുമാണ് 6ാം ദിനം പ്രദർശിപ്പിക്കുന്നത്. കേരളത്തിൽ സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള പ്രത്യേക തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ്, മലപ്പുറം ജില്ലയിലെ മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായമ്പാടം വാർഡ്, എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ വാർഡ് എന്നിവിടങ്ങളിലേക്ക് അടുത്ത മാസമാണ് പ്രത്യേക തെരഞ്ഞെടുപ്പ്. അതേസമയം തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ, ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 26, 27 തീയതികളിൽ നടത്തും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വീടുകൾ തോറുമുള്ള വിവരശേഖരണം നാളെ അവസാനിക്കും. കേരളത്തിൽ SIR-മായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,78,32,269 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 99.93%. തെക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാർ അതിശൈത്യത്തിന്റെ പിടിയിലേക്ക് അമർന്നിരിക്കുന്നു. ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയായ 3 ഡിഗ്രി സെൽഷ്യസാണ് മൂന്നാറിലെ പല മേഖലകളിലും രേഖപ്പെടുത്തിയത്. മഞ്ഞിൽ മുങ്ങി നിൽക്കുന്ന മൂന്നാറിലെ കാഴ്ച ആസ്വദിക്കാൻ വിനോദസഞ്ചാരികൾ വ്യാപകമായി എത്തിത്തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മൂന്നാർ ടൗൺ, നല്ലതണ്ണി, തെന്മല, ചിറ്റുവര, ചെണ്ടുവര എസ്റ്റേറ്റിലെ ലോവർ ഡിവിഷൻ തുടങ്ങിയ പ്രധാന പ്രദേശങ്ങളിലെല്ലാം താപനില 3 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തി. ലക്ഷ്മി എസ്റ്റേറ്റിലും ചൊക്കനാടും 4 ഡിഗ്രിയും സെവൻമലയിൽ 5 ഡിഗ്രിയുമായിരുന്നു കുറഞ്ഞ താപനില. തണുത്തുറഞ്ഞ പുൽമേടുകളിൽ മഞ്ഞിന്റെ വെള്ളി പൂശിയതോടെ അത് സഞ്ചാരികൾക്ക് കണ്ണിന് കുളിർമയേകുന്ന ദൃശ്യവിരുന്നായി മാറുകയാണ്. വരും ദിവസങ്ങളിൽ താപനില 0-നും താഴെയെത്തുമെന്നാണ് പ്രതീക്ഷ. ക്രിസ്മസ്, പുതുവത്സര അവധി ദിനങ്ങൾ തുടങ്ങിയതോടെ ഉത്തരേന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ഉൾപ്പെടെയുള്ള സഞ്ചാരികളുടെ തിരക്ക് അടുത്ത ദിവസങ്ങളിൽ വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ലക്നൌവിൽ നടക്കും. ഏകാന സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. 5ാമത്തെയും അവസാനത്തെയും മത്സരം വെള്ളിയാഴ്ച അഹമ്മദാബാദിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുന്നു. വികസിത് ഭാരത് റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ബില്ലിന്മേൽ ഇന്നും ചർച്ച തുടരും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ 3ാം പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒമാനിലെത്തും. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള പ്രത്യേക തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ദൌത്യം ഊർജിതമാക്കി വനം വകുപ്പ്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ജനപങ്കാളിത്തം ഏറുന്നു. സെൻസർ ഇളവ് നൽകിയ 6 ചിത്രങ്ങൾ ഉൾപ്പെടെ ഇന്ന് പ്രദർശനത്തിന്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ലക്നൌവിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.